നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. മിഥുനം 1-ാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് രാജാവിന് തുല്യം ജീവിതം നയിക്കുവാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരുന്നു. കഴിഞ്ഞ 12 വർഷക്കാലത്തെ കഷ്ടപ്പാടുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും വിരാമമിട്ടുകൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ഇവർ എന്താണോ കൊതിച്ചത് അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയം. കുറച്ച് നാളുകളായി ഒരുപാട് സങ്കടങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. ജീവിതത്തിലെ ദോഷ സമയങ്ങളൊക്കെ അവസാനിക്കുന്നു. ഇനി അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തുന്നു. എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും ഈ നക്ഷത്രജാതകർക്ക് വളരെ നാളുകളായി ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. അതൊരു ജോലിയുടെ കാര്യമാകാം, അതല്ലെങ്കിൽ വസ്തു കച്ചവടമാകാം, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുന്നതിനെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടാകാം, ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞിരിക്കുന്നവർ ഒന്നിക്കുവാൻ വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ടാകാം. എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം വളരെ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും മിഥുനം 1 മുതൽ ശനിയാഴ്ച മുതൽ ഇവർ എത്തും. കഴിഞ്ഞ 12 വർഷക്കാലത്തെ ദുഃഖ ദുരിതങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കാൻ പോകുകയാണ്. ക്ഷേത്രദർശനം ആവശ്യമാണ്. ഈ സമയത്ത് ഈശ്വര ചൈതന്യത്താൽ ഭാഗ്യം നേടാൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ ക്ഷേത്രദർശനം പരമപ്രധാനമാണ്. ക്ഷേത്രത്തിൽ പോകുക, അവിടെ ചെറിയ വഴിപാടുകളാണെങ്കിലും അത് നടത്തുക. അത്രമാത്രം മതി. നിങ്ങൾക്കൊരു വിജയകഥ വരുന്ന ആളുകളിൽ പറയാനുണ്ടാകും. ഇവർ പ്രതീക്ഷിക്കാത്ത വിജയമായിരിക്കും ഇത്. ദുഃഖങ്ങളൊക്കെ മാറുന്നു, സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. കണക്കുകൂട്ടലുകൾക്കും അപ്പുറം ഈ നാളുകാർ വളർന്നിരിക്കും. മറ്റുള്ളവർ അത് അസൂയോടുകൂടി വീക്ഷിക്കും, ഉറപ്പാണ്. ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങളുടെ ജീവിതം പാടെ മാറും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും. ഇനി അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ മേൽ ഭാഗ്യം ചൊരിയുന്ന സമയമാണ്. ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്ക് എത്തുന്ന നക്ഷത്രം അശ്വതിക്കിത് ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾ തന്നെയാണ്. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ചതിയിൽ പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇവർ പഠിക്കില്ല. വീണ്ടും ഓരോരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. പക്ഷേ ഇനി ഇവർക്ക് അഭിവൃദ്ധി ഒരുപാട് വന്നു ചേരുന്നു. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു. ഒത്തിരി ഒത്തിരി അലഞ്ഞിട്ടുള്ള ഇവർക്ക് പലവിധ ദുരിതങ്ങളും വന്നിട്ടുള്ള ഇവർക്ക് സമൃദ്ധിയാണ്, സന്തോഷമാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ്. ഒത്തിരി നന്മകളാണ് അശ്വതി നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയമാണ് ഭരണി നക്ഷത്രജാതകർക്ക്. എല്ലാ മാസവും ഇവർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഒരു വലിയ നേട്ടങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഇവർക്ക് സാധിക്കും. പിണങ്ങിപ്പിരിഞ്ഞവർ ഒന്നിക്കും. പ്രണയ സാഫല്യം സംഭവിക്കും. വസ്തുക്കച്ചവടം, വീട് വാങ്ങുക, വാഹനം വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുക, ഇതൊക്കെ
ഒക്കെ നടക്കുന്ന സമയമാണ്. ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ധനധാന്യ സമൃദ്ധി ഇവർക്ക് വന്നു ചേരുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകുന്നു. ഇനി നിങ്ങളുടെ അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. തീർച്ചയായും രക്ഷപ്പെടും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ദുരിതമായിരുന്നു, ദുഃഖമായിരുന്നു. വളരെ പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവം. ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തുവാൻ യോഗമുള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. പലപ്പോഴും ഇവർക്കത് കഴിയാതെ പോകുന്നു. എന്തെങ്കിലും കാര്യത്തിൽ ഒതുങ്ങി ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. വാശിയോടുകൂടി മുന്നോട്ട് പോയാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയിക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഒരു വലിയ നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട്. ഒരു അപ്രതീക്ഷിത ധനനേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ സമയമാണ്. ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും. മേടൻ രാശിയിൽ പിറന്ന ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. അമളികൾ പറ്റാതെ സൂക്ഷിക്കുക. സുവർണമായ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. പ്രേമവിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉയർച്ചയാണ്. അതീവ സമ്പൽ സമൃദ്ധിയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. തീർച്ചയായും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും. രക്ഷപ്പെടുക തന്നെ ചെയ്യും. തൊട്ടടുത്ത നക്ഷത്രം മകയിരമാണ്. പണം എവിടെ നിന്നെങ്കിലുമൊക്കെ കയ്യിൽ വരുന്ന സമയം. തിരുവാതിര നക്ഷത്ര ജാതകരെ പോലെ മകയിര നക്ഷത്ര ജാതകർക്കും അതീവ സമ്പന്നതയിൽ കഴിയുവാനുള്ള ഒരു യോഗമുണ്ട്. പണം എവിടെ നിന്നെങ്കിലും നിങ്ങളുടെ കയ്യിൽ വരും. നല്ല സമയമാണ്. ഉയർച്ചയുടെ സമയമാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. ബിസിനസ്സൊക്കെ വിജയിക്കുന്ന സമയം. കോടികൾ കയ്യിൽ വരും. വീട് വയ്ക്കും. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ വാങ്ങുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് നിങ്ങളെ തേടി വരും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. കരുതുന്നതിനേക്കാൾ ഭാഗ്യം നിങ്ങളെ തേടി വരും. വളരാൻ ശ്രമിക്കുക. വരുമാനമാർഗം നേടുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്നു. ആയില്യം നക്ഷത്ര ജാതകർക്കും കരുതുന്നതിനേക്കാൾ ഭാഗ്യം തേടി വരും. നിങ്ങൾ വളരാൻ ശ്രമിക്കണം. ഒരിക്കലും നിങ്ങൾ വളർന്നിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാകരുത്. നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാൻ കഴിയും. അത്രയേറെ ഉയർച്ചയിലെത്തേണ്ടവരാണ്. അത്രയധികം ഭാഗ്യമുള്ളവരാണ് ആയില്യം നക്ഷത്ര ജാതകൾ. വരുമാനമാർഗം നേടുക. അതേ കണക്ക് വിജയം നിങ്ങളുടെ കൂടെയുണ്ട്. അടുത്ത നക്ഷത്രം അത്തമാണ്. പുത്തൻ ചുവടുവയ്പ്പുകൾ വിജയത്തിൽ കൊണ്ടെത്തിക്കുന്ന സമയമാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് പുത്തൻ ചുവടുവയ്പ്പുകൾ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് എത്തും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിവാഹത്തോടുകൂടി രക്ഷപ്പെടുന്ന നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. വിശാഖത്തിനിത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്ന സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം ഒരുപാട് തുണയ്ക്കും. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് ധനസമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങളെത്തും. വിശാഖത്തിനിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. വിവാഹത്തോടു കൂടി രക്ഷപ്പെടുന്ന നക്ഷത്രമാണ് വിശാഖം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറുപടി തരുന്നതാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ജീവിതം തന്നെ മാറി മറിയുന്ന സമയം. തിരുവോണം വെറുമൊരു നക്ഷത്രമല്ല, ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രം. മിഥുനം 1 മുതൽ ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു. ജീവിതത്തിൽ ഇനി കഷ്ടപ്പാട് വരില്ല. തിരുവോണത്തിനിത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും.
നിങ്ങൾ കോടീശ്വര പദവിയിലെത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയേറെ സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. വെല്ലുവിളികളെ നേരിടുക. ഈ നാളുകാർ എവിടെയും വിജയിച്ച ചരിത്രമേയുള്ളൂ. നിങ്ങൾക്കും അത് ആവർത്തിക്കാം. നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവുമുണ്ട് എന്ന് മറക്കാതിരിക്കുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്.